ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2026 നടക്കുന്ന CVT UG എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ജനുവരി 3 മുതൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ NTAയുടെ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രാജ്യത്തുള്ള ഡിഫറൻറ്റ് സ്റ്റേറ്റിനകത്ത് എന്തുണ്ടാവും, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമൺ എൻട്രൻസ് എക്സാം എഴുതിയാൽ മതി. സോ ഇപ്പോൾ നിങ്ങളുടെ +2 മാർക്സ് അല്ല, ഈ ഒരു എൻട്രൻസ് എക്സിൽ കുറി വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ലഭിക്കുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ ഒരു എക്സാം മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ നൽകുന്ന മറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. സോ ജനുവരി 3 മുതൽ ജനുവരി 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ജനുവരി 30 തന്നെയാണ് വരുന്നത്. ഇനി എന്താണ്, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഫെബ്രുവരി 2 മുതൽ 4 വരെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. സോ എക്സാം നടക്കാൻ സാധ്യതയുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് 11 മുതൽ മെയ് 2026 31 വരെയാണ്. ഇതിനകത്ത് കാറ്റഗറി വൈസ് ഫീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ് ടു 3 സബ്ജക്ട്സ് 1000 റുപ്പീസാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ദെൻ OBC ആണെന്നുണ്ടെങ്കിൽ 900 ആണ്. SC/ST PWD തേർഡ് ജെൻഡർ അതിനൊക്കെ 800. ദെൻ ഇനി ഔട്ട്സൈഡ് ഇന്ത്യ സെൻറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4500 ആണ് കൊടുക്കുന്നത്. പിന്നെ ഓരോ പേപ്പറിനും എന്താണ് അഡീഷണൽ ഫീസ് എന്താണ് വേറെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിനകത്ത് OBC എന്ന് പറയുന്നത് NCBC ലിസ്റ്റിലുള്ള ആളുകളാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അപ്പോൾ OBC NCയിൽ ഇത് മീൻസ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട ആളുകളാണെങ്കിൽ, സെൻട്രൽ ലിസ്റ്റ് ഇല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നിങ്ങൾ OBC എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളുകൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. ദെൻ ഇപ്പോൾ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോഡായിരിക്കും, ഓരോ പേപ്പറിനും കോഡ് ഉണ്ടായിരിക്കും. സോ 37 പേപ്പേഴ്സ് വരുന്നുണ്ട്. ദെൻ അതിനകത്ത് 13 ലാംഗ്വേജസ് ആണ് വരുന്നത്. പിന്നെ എന്താണ് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് 23 വരുന്നുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഒരെണ്ണമുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 പേപ്പർ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യണം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മാൻഡേറ്ററി ആണ്, എല്ലാ ആളുകളും എഴുതേണ്ടി വരും. ദെൻ ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 13 ലാംഗ്വേജസ് ഉണ്ട്. അതിനകത്ത് നിന്ന് മദർ ടങ് അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ലാംഗ്വേജ് ചൂസ് ചെയ്യാം. സോ അപ്പോൾ 13 ലാംഗ്വേജ് ഉണ്ട്. പിന്നെ വരുന്നത് 3 പേപ്പേഴ്സ് എന്ത് ചെയ്യണം, ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇനി ഇപ്പോൾ ലാംഗ്വേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റീഡിങ് കോംപ്രഹെൻഷൻ, ലിറ്ററൽ ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി ഒക്കെയാണ് ചോദിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഡൊമൈൻ സ്പെസിഫിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എന്താണ് NCERT സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുള്ള സിലബസ് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ NT എന്ത് ചെയ്യുന്നുണ്ടാവും, മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിന് NTയുടെ വെബ്സൈറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റേറ്റ് സിലബസിനകത്ത് പഠിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു NCERT സിലബസിൽ അതുപോലെ തന്നെ NTയുടെ വെബ്സൈറ്റിനകത്ത് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ദെൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫെയർ, മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ റീസണിങ്, ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ്, ഇതൊക്കെയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ പഠിച്ച കോഴ്സിനനുസരിച്ച് വേണമെന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ UG കോഴ്സ് ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് UGക്ക് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റി എന്താണ് മാൻഡേറ്ററി ആയിട്ട് ഓരോ കോഴ്സിനും എന്തൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അപ്ലൈ ചെയ്യണം, അറ്റൻഡ് ചെയ്യണമെന്ന് എന്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു CUETയുടെ എൻട്രൻസിനുള്ള ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കേണ്ടത് ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സോ അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോക്കി അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏത് സബ്ജക്റ്റൊക്കെ എഴുതിയാലാണ് ഏതൊക്കെ സബ്ജക്റ്റിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. സോ ഇപ്പോൾ ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കേരളയുടെ വെബ്സൈറ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോഴ്സ് എലിജിബിലിറ്റി എന്നുള്ളിടത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സബ്ജക്റ്റിനും ഏത് കോഴ്സാണ് മാൻഡറ്ററി ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് ഇതിനകത്ത് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ കണ്ടോ, ഇതിനകത്ത്
സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ഓരോ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക് എന്തായിരിക്കും മാൻഡറ്ററി കോഴ്സസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണോ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് അതിന് മാൻഡറ്ററി ആയിട്ട് അവർ പറയുന്ന കോഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു പേപ്പർ കോഡ് ചൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എല്ലാവരും എന്തായിരിക്കണം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ദെൻ ലാംഗ്വേജ് ഓപ്ഷണലാണ്. 13 ലാംഗ്വേജിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാം. ബാക്കി ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി പറയുന്ന കോഴ്സ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ചൂസ് ചെയ്ത് അത് അറ്റൻഡ് ചെയ്യണം. മാർക്കിംഗ് വരുന്ന 5 മാർക്കാണ് ഒരു ആൻസർ വരുന്നത്. പിന്നെ നെഗറ്റീവ് മാർക്ക് എന്താണ് ഒരു മാർക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. പിന്നെ ഓരോ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻ വീതം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ CBT മോഡിലായിരിക്കും എക്സാം നടക്കുന്നത്. ദെൻ 60 മിനിറ്റാണ് ഓരോ പേപ്പറിന് സമയം തന്നിട്ടുണ്ടാവുക. 3 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ട്. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ. ഇനി ഓരോ കോഴ്സിൻ്റെ എന്താണ് സ്പെസിഫിക് ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബുള്ളറ്റിനിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് വരുന്ന എല്ലാ പേപ്പറിൻ്റെയും സിലബസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കാൻ സാധിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലുള്ള ആ ഒരു സിലബസിനകത്തുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കില്ല എക്സാമിന് വരുന്നത്. അഡീഷണൽ ആയിട്ട് ഈ ഒരു എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തിട്ടുണ്ടാവും ഈ ഒരു സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിനകത്ത് അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.